രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവുകേടുകളെയും കുറവുകളെയും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകളെ ശാരീരികപരമായി ഉപദ്രവിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളം കണ്ട ഏറ്റവും വലിയ പെണ്ണുപിടിയനും പെർവട്ടറുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പെൺകുട്ടികളാണ് ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയും ഈ അടുത്ത സമയത്ത് കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയുടെ റിപ്പോർട്ടുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സാധാരണ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തല താഴ്ത്തേണ്ടി വരുന്നത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ്. അതായത് ആ സ്ത്രീ ഉദ്ദേശിച്ച രീതിയിൽ അവളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അവളുടെ മുമ്പിൽ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഒരാണ് തല കുനിക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. വലിപ്പക്കുറവുണ്ടാകാം, ഉദ്ധാരണക്കുറവുണ്ടാകാം, ശീഘ്രസ്ഖലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇത് മൂന്നും കുഴപ്പമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആദ്യം തന്നെ ലീഗുകാരോട് പറയാം, ഈ വീഡിയോ കണ്ടിട്ട് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോടാ, സഖാക്കളെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോടാ എന്ന് പറയുന്നതിന് പകരം അത് പറയാൻ ആഗ്രഹിക്കുന്ന ലീഗുകാർ നിങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് അങ്ങ് പരിശോധിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം അവൻ ഞങ്ങളുടെ നേതാവുമല്ല, ഞങ്ങൾ അവനെ തങ്ങന്മാരുടെ പിൻഗാമിയായിട്ട് കൊണ്ട് നടക്കുന്നതുമില്ല. ഞങ്ങൾ അവനെ കാണുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു പെർവട്ടറാണ്. ലീഗുകാരും ചില കൊങ്കികളുമാണ് അവനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടിട്ട് ആദ്യമേ പറയാം, നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് അതിനുള്ള പരിഹാരം കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കുറവുകൾ, അതിജീവിതകൾ, അവൻ ആരെയാണോ പീഡിപ്പിച്ചത് അവരറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീകളെ, ആ പെൺകുട്ടികളെ ഇവൻ ശാരീരികപരമായി സൈക്കോ രീതിയിൽ ആക്രമിച്ചത്. മുഖത്ത് തുപ്പുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, കവിളത്ത് അടിക്കുക, ചുണ്ട് കടിച്ചു മുറിക്കുക, മുടിയിൽ പിടിച്ച് വലിച്ച് വേദനിപ്പിക്കുക, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനിക്കുന്ന രീതിയിൽ തല്ലുക, ഇങ്ങനെയുള്ള സൈക്കോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവൻ ആ പെൺകുട്ടികളോട് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് എന്തിനെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറവുകളും കുറ്റങ്ങളും അവര് ശ്രദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടിയും അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇങ്ങനെ ശാരീരികപരമായിട്ട് അവരെ ആക്രമണം നഖം കൊണ്ട് മാന്തുക, അങ്ങനെയുള്ള ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കടിച്ചു മുറിക്കുക, ഇങ്ങനെയുള്ള ആ ഒരു ഭീകര പ്രവർത്തനത്തിന്റെ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പെൺകുട്ടികളാരും ഇവന്റെ കുറവുകൾ ശ്രദ്ധിക്കാനോ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനോ കഴിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതെല്ലാം കഴിഞ്ഞു പോയിട്ട് അതിൽ നിന്നും ഒന്ന് നോർമലായി അതിനെക്കുറിച്ച് ചിന്തിച്ച് അവനോട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ആ സ്ത്രീകളെ ഇവൻ സാധാരണയായി ബ്ലോക്ക് ചെയ്യാറ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെയിൻ ആയിട്ടുള്ള 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് വലിപ്പക്കുറവ് തന്നെയാണ്. അതായത് മൈക്രോ പെനീസ് ഗണത്തിൽപ്പെടുന്ന ബിലോ 2 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഇതിലേക്കാണ് അവന്റെ അതിനുള്ള അതായത് 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു സാധനത്തിന്റെ ഉടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് ചെറിയ ഒരു ഇതിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവന് വലുത് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ 2 ഇഞ്ചിനകത്തോ അതോ 2 ഇഞ്ചോ 2 ഇഞ്ചിനകത്തോ മാത്രം കാര്യങ്ങളുള്ള, ഇതൊക്കെ പറയുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട്. പക്ഷേ നമ്മളൊരു പെർവട്ടറുടെ യാഥാർത്ഥ്യങ്ങൾ, അവൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം കേരള ജനത അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. രണ്ടാമതായി അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണ ശേഷിക്കുറവ്. ഇവന് ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ തന്നെ ഈ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കണം, ശാരീരികമായി ഉപദ്രവിക്കണം. അങ്ങനെയുള്ള ആ ഒരു വേളയിലാണ് അവനൊരു ഉദ്ധാരണം ഉണ്ടാകാറ്. പക്ഷെ അതിന് അധിക നേരം ആയുസ്സുമില്ല. അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അവൻ തോറ്റു പോകാറുമുണ്ട്. ഇതാണ് രണ്ടാമത് അവനെ മാനസികമായി അലട്ടുന്ന മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രീമച്വർ ഇജാക്കുലേഷൻ ആണ്, അതായത് ശീഘ്രസ്ഖലനം. എങ്ങനെ 3 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ഇവരാണ് നിരവധി പെൺകുട്ടികളെ ഗർഭിണികൾ. അതായത് അതെനിക്ക് തോന്നുന്നു അവന്റെ പ്രതികാരമാണ്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവന്റെ ഉബോധ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അവൻ ചെയ്ത് അതിന് പ്രതികാരം വീട്ടുന്ന രീതിയിലാണ് അവൻ പെരുമാറുന്നത്. കാരണം ഒരുപക്ഷെ മാനസികമായിട്ട് അവനെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമാകാം, എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സ്ത്രീയെ ഗർഭിണിയാക്കാൻ കഴിയില്ല, എനിക്കൊരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള മാനസികമായിട്ടുള്ള അവന്റെ പിരിമുറുക്കങ്ങളാകാം പല സ്ത്രീകളെയും പ്രേമം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ച് അവരെ ഗർഭിണികളാക്കിയിട്ട് എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നിയാൽ അവരെ ഇങ്ങനെ നിർബന്ധിക്കുന്നു. അപ്പൊ കാരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിനും നിലവിലെ കോൺഗ്രസ് പാലക്കാട് MLA ആ പെർവട്ടറെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണൽ ഹൈജീൻ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ചില സ്ത്രീകൾക്ക് UTI, അതായത് യുറൈനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായതായും
ഈ പറയുന്ന മൊഴികളിൽ ഉണ്ട്, പരാതികളിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ രാഹുൽ മാങ്കൂട്ടം മാനസികമായി തകർന്ന നിമിഷങ്ങളിലാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സൈക്കോ ആയി സ്ത്രീകളോട് അതിക്രമം കാണിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലതിന്റെയും തെളിവുകളടക്കം കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.